സ്ഥിരമായി സോയ ചങ്ക്സ് കഴിക്കുന്നവരാണോ നിങ്ങൾ? ഞാനും കഴിക്കാറുണ്ട്. അതിലല്ല ഇവിടെ പ്രശ്നം. പക്ഷേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല സോയ ചങ്ക്സ് ബ്രാൻഡിലും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബ്രാൻഡ് പറഞ്ഞതിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ കാര്യങ്ങളും കിട്ടണ ഒരു ബ്രാൻഡും കാര്യങ്ങളും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ പേഴ്സണലി യൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഡേ 11 ഓഫ് ബൾക്കിംഗ് സീരീസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഴവും കാര്യങ്ങളൊക്കെ പ്രീ വർക്കൗട്ടായിട്ട് കഴിച്ചു. ഇന്ന് നമ്മൾ കോളേജിൽ കാര്യങ്ങളൊന്നും പോയില്ല. അപ്പോൾ നമ്മൾ അവിടെ വാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കാലത്ത് തന്നെ ജിമ്മിന് പോകാൻ പറ്റി. അങ്ങനെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്നുണ്ട്. രാത്രി തന്നെയാണ് നല്ലത്. കാലത്ത് പോകുമ്പോഴാണ് കുറച്ചും കൂടി ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിങ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഫോർ ആംസിന് വേണ്ടിയിട്ട് അടിച്ച്. ഫോർ ആംസിന് വേണ്ടിയിട്ട് അധികം എക്സസൈസുകളില്ല, എന്നിരുന്നാലും കുറച്ച് അടിച്ച്. പിന്നെ നമ്മൾ മുട്ട വാങ്ങിക്കാൻ പോയി. ഇപ്പോൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ ഇവിടെ പുറത്ത് സിംഗിൾ ഇട്ട് വാങ്ങിക്കുമ്പോൾ ₹7 ഇവിടെ 6.30 റുപ്പീസിന് കിട്ടുന്നുണ്ട്. പിന്നെ കാലത്ത് നമ്മൾ ദോശയും മുട്ടയും ചട്നിയൊക്കെ കൂട്ടി കഴിച്ചു. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റ്. ഫോർച്യൂണിൻ്റെ സോയ ചങ്ക്സാണ്. ഇതും പ്രൊമോഷനൊന്നുമല്ല, നല്ല പ്രൊഡക്റ്റാണ്. ഇതിലിവരുടെ ബ്രാൻഡ് പറയണേക്കാളും കൂടുതൽ ബ്രാൻഡ് പറയുന്നത് 52 ഗ്രാം പ്രോട്ടീനാണ്. പക്ഷേ അവർ കിട്ടണത് 60.65 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അത് ലാബ് ടെസ്റ്റഡ് പ്രൂവണാണ്. പിന്നെ ഇത്രയും വലിയ ബില്ലും കാര്യങ്ങളൊക്കെ എന്തിനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ലേ. ഓട്സും 2 സോയ ചങ്ക്സിനൊക്കെ പിന്നെ വലിയ പാക്കറ്റായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം ഇവരുടെ ന്യൂട്രീഷൻ വാല്യൂ. പിന്നെ ഇതാണ് നമ്മുടെ ഫെയിൽഡ് പ്രൊഡക്റ്റ്. ഇതിനാണ് നമ്മൾ പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊക്കെ കണ്ടത്. സോ വേറെയും പ്രൊഡക്ട്സ് ഇതുപോലത്തെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയണമെങ്കിൽ Trustify.com പോയി നോക്കിയാൽ മതി. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ നൂഡിൽസും കാര്യങ്ങളും കഴിച്ചത് പൊട്ടയാണ്. എന്നിരുന്നാലും പിന്നെ നമ്മൾ വൈകിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. പ്രോട്ടീൻ പൗഡറും ക്രിയാറ്റിനൊക്കെ കഴിച്ചായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കഴിച്ചത്. അപ്പോൾ ടോട്ടലായിട്ട് ഇത്രയും സംഭവങ്ങളുണ്ട്. കൂടിയുണ്ട്, എന്നാലും നമ്മൾ ഇനിയും കൂട്ടാൻ നോക്കുന്നുണ്ട്. പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഇനിയും ഇൻക്രീസ് ചെയ്യണം, ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ശരി, നാളെ കാണാം.